വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിതവേഷം. കണ്ണീരിനൊരു വേഷം, സന്തോഷം പുതുവേഷം, നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ. കേന്ദ്ര സർക്കാരിനെയും ബി.ജെ.പിയെയും വിമർശിച്ചും യു.ഡി.എഫിനെ വാനോളം പുകഴ്ത്തിയും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. ഉദരനിമിത്തം ബഹുകൃത വേഷം. കാണാനും കേൾക്കാനും ഒക്കെ ഒരു കൗതുകം ഉണ്ടെങ്കിലും ഇത്തിരി നേരം എടുത്ത് ചിന്തിച്ചാൽ ഇവരുടെയൊക്കെ ഉദരത്തിൻ്റെ വിശപ്പുണ്ടല്ലോ, അത് നമ്മളെ വാ പൊളിപ്പിക്കും. ഈ പരിപാടി ഏൽക്കുന്ന സമയത്ത് എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്തായിരുന്നോ ആ നിലപാടിലല്ല ഞാൻ ഇന്നുള്ളത്. ഇതാണ് രാഷ്ട്രീയം. ഇന്നലെ ബി.ജെ.പി, ഇന്ന് കോൺഗ്രസ്, നാളെ മാർക്സിസ്റ്റ് ആയി കൂടായികയില്ല. ഒരു തരത്തിൽ ചിന്തിച്ചാൽ ഈ ഉച്ചം തലയിൽ അടി കിട്ടിയാലും മാറ്റി കുത്താതെ രായാവിനൊപ്പം എന്ന നിലപാടെടുക്കുന്ന അടിമകളുടെ നിലവാരം ഇവരെക്കാളൊക്കെ എത്രയോ ഭേദം അല്ലേ. നല്ല ജനാധിപത്യത്തിന് നല്ല ബി.ജെ.പിയും നല്ല കോൺഗ്രസും നല്ല CPM-ഉം ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടം നല്ലതാണെന്ന് പ്രതീക്ഷിച്ച് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവിടേക്ക് ഓടുന്നതാണോ നല്ലത്, അതോ നമ്മൾ ഇരിക്കുന്ന സ്ഥലം നല്ലതാക്കുന്നതാണോ? ഏതാ നല്ലത്? ഒരു കാര്യം കൂടെ ഉണ്ട്, ഓരോ സ്ഥലത്തെയും നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും അവിടെ ഇരിക്കുന്ന ആളുകളാണ്. മുഖം കൊള്ളാത്തതിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഏതായാലും ഈ വർഷം അവസാനത്തോടെ 3 പാർട്ടിയും കൂടുമാറി വന്ന് ഓരോരുത്തരെ സ്വീകരിച്ച് സമനിലയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ വരെ മുഖത്ത് തുപ്പിയവനെ ചിരിച്ചുകൊണ്ട് ഷാൾ അണിയിക്കുന്ന കാര്യത്തിൽ അവർ ഒട്ടും പുറകോട്ടല്ല. അവർക്ക് യാതൊരു മടിയുമില്ല. സരിൻ CPM-ൽ പോയപ്പോൾ സന്ദീപ് കോൺഗ്രസ്സിൽ വന്നു, സന്ദീപ് കോൺഗ്രസ്സിൽ വന്നപ്പോൾ മധു BJP-യിലേക്ക് പോയി. കൊടിയും പിടിച്ച് ജയ് വിളിക്കുന്ന അണികൾ ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. അണ്ണൻ്റെ അടുത്ത് കുറച്ച് ദിവസം കൊണ്ട് ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ. ഒറ്റ രാത്രി കൊണ്ടൊക്കെ ഒരാളുടെ രാഷ്ട്രീയ നിലപാടുകളും ആശയവും ഒക്കെ പൂർണ്ണമായിട്ട് മാഞ്ഞു പോകുന്നത് എങ്ങനെയാണ് അണ്ണ? ഇന്നലെ വരെ BJP പറയുന്നതാണ് ശരി, ചെയ്യുന്നതാണ് ശരി, ഇതൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കാനിരുന്ന അതേ ജനങ്ങളോട് ഇന്ന് വന്നിട്ട് BJP-യുടെ പ്രവർത്തനങ്ങളും ആശയവും ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ വിഡ്ഢികളാക്കാൻ പച്ചയ്ക്ക് ശ്രമിക്കുകയാണെന്നല്ലാതെ ഞങ്ങൾ എന്താണ് കരുതേണ്ടത്? ഒരു കാര്യം കള്ളമാണെന്ന് തോന്നാം, മറ്റൊരാളുടെ ദൃഷ്ടിയിൽ അത് സത്യമാണെന്നത് ആപേക്ഷികമാണ്. സത്യവും കള്ളവും എങ്ങനെയാണ് ആപേക്ഷികമാകുന്നത്? തെറ്റും ശരിയൊക്കെ ആപേക്ഷികമെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരാമാശയത്തെ തൃപ്തിപ്പെടുത്താൻ അല്ലേ ഇത്രയും തരം താഴണം? വിചാരിച്ച സീറ്റ് ഇവിടെയും കിട്ടിയില്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കടയെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് വെറുപ്പിൻ്റെ കട എന്നെണ്ണം പറയും ഇല്ലേ അണ്ണ? അല്ല, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്ക് ജനാധിപത്യത്തിൻ്റെ ശോഭ കെടുത്തുന്ന രീതിയിലൊന്നും ചിന്തിച്ചുകൂടാ എന്ന തോന്നൽ അന്നുണ്ടായില്ലേ? പലപ്പോഴും പ്രകടിപ്പിക്കേണ്ട അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്, സത്യമാണ്, അത് ഞാൻ അംഗീകരിക്കുകയാണ്. തൊഴിൽ രാഷ്ട്രീയമായി പോയില്ലേ? നാവ് എങ്ങനെ വേണമെങ്കിലും വളയണം. എത്ര ദയനീയമായ അവസ്ഥ. ഒരു മനുഷ്യൻ ഇങ്ങനെ മാറുമോ? എന്തൊക്കെയാ ഇപ്പോൾ പറഞ്ഞത്? ഇനി അടുത്ത് സൂര്യ ഫെസ്റ്റിവലിൽ ഏത് പാർട്ടിയുടെ ആളായിട്ട് വരുമെന്നും കൂടെ ഒന്ന് സാധാരണക്കാരന്റെ സ്വാഭാവികമായ സംശയം. ജനാധിപത്യ ബോധമില്ലാത്ത BJP-യിലെ പല ആളുകൾക്കും അത് അംഗീകരിക്കാൻ മാനസികമായിട്ട് ഇപ്പോഴും വിഷമമുണ്ട് എന്നുള്ളത് സത്യമാണ്. അതൊരു പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. ജനാധിപത്യ ബോധമില്ലാത്ത BJP സന്ദീപ് അണ്ണനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് പോയതിനെ വിമർശിക്കുന്നത്. വയറ്റിപ്പഴപ്പിന് വേണ്ടിയല്ലേ, ജീവിച്ചു പോട്ടല്ലേ. എന്നാലും അണ്ണ ബീഫ് കഴിക്കുമോ? ബീഫ് 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ റെഡ് മീറ്റ് കഴിക്കാറില്ല. ഡബിൾ ഓക്കെ. പിന്നെ ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അത് പറയാൻ എനിക്ക് മടിയില്ല. കഴിച്ചിട്ട് ഉള്ളിക്കറിയാന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല. ഈ പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചല്ല കേട്ടോ, പ്രത്യേകിച്ച് സുരേന്ദ്രൻ ചേട്ടനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇനി അതിൻ്റെ പേര് എല്ലാവരും കൂടെ കിടന്ന് തമ്മിൽ തല്ലല്ലേ. ആ ഭൂതകാലം അവിടെ നിൽക്കട്ടെ. അത് എപ്പോഴെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ പരിപ്പോടയും കട്ടൻ ചായ എഴുതുന്ന സമയത്ത് അതൊക്കെ വേണമല്ലോ, നമുക്കൊരു റെഫറൽ അതിന് വേണ്ടിയിട്ട് അവിടെ വേണമല്ലോ. ഇത് ലൈൻ വേറെയാ കേട്ടോ. ഇനി ഇവിടെ നിന്നാൽ പരദൂഷണത്തിന് മറുപടി പറയുന്നത് പോലെ ആയിപ്പോവും. ജനങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ച് തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം.